എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നലെ പഠിച്ചത് എങ്ങനെ ഇൻകവും ലയബിലിറ്റിയും കൂട്ടാമെന്നും അതുപോലെ തന്നെ എക്സ്പെൻസും അസറ്റും കൂട്ടാവുന്നതും കുറയ്ക്കാവുന്നതുള്ള കാര്യമാണ്. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ സീരിയസ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻകം എന്ന് പറയുന്നത് ഇൻകം അതുപോലെ ലയബിലിറ്റിനെയും കൂട്ടാൻ വേണ്ടിയിട്ട് അതിനെ ക്രെഡിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എക്സ്പെൻസിനെയും അസറ്റിനെയും കൂട്ടാൻ വേണ്ടിയിട്ട് അതിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇൻകവും ലയബിലിറ്റിയും കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിനെ ഡെബിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എക്സ്പെൻസും അസറ്റും കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിനെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ആദ്യമേ ഓപ്പണിംഗ് കുറേ ജേണൽ എൻട്രി ചെയ്യാനുണ്ട്. ആ ജേണൽ എൻട്രി ഏതൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കാം. ആ ജേണൽ എൻട്രി പരിശോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കാം. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ AFSനകത്തെ ബാലൻസ് ഷീറ്റ്, ആ ബാലൻസ് ഷീറ്റിനകത്ത് എന്തുണ്ടാവും? അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന അഡ്വാൻസ് ഹെഡിനെ എങ്ങനെ നമുക്ക് ആദ്യം തുടങ്ങുമ്പോൾ ഒരു ജേണൽ എൻട്രി ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതായത് ഏപ്രിൽ മാസത്തിൽ കുറേ ജേണൽ എൻട്രി ഉണ്ടാവുമെന്ന് പറഞ്ഞു, ഓപ്പണിംഗ് ജേണൽ എൻട്രി. ആ ജേണൽ എൻട്രി ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ അഡ്വാൻസ് ഹെഡിനെ, അതായത് കഴിഞ്ഞ വർഷം ബാലൻസ് ഷീറ്റിൽ നിൽക്കുന്ന അഡ്വാൻസിനെ എന്ത് ചെയ്യണം? നമ്മൾ ഈ വർഷത്തെ കറണ്ടായിട്ട് കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ടൊന്നും വരില്ല. അപ്പോൾ അഡ്വാൻസ് ഹെഡിനെ എന്ത് ചെയ്യണം? അഡ്വാൻസ് ഹെഡിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ അഡ്വാൻസ് ഓഫ് പ്രോപ്പർട്ടി ടാക്സ്, അഡ്വാൻസ് ഓഫ് പ്രൊഡക്ഷൻ ടാക്സ്, അഡ്വാൻസ് ഓഫ് D&O, അഡ്വാൻസ് ഓഫ് ഓപ്ഷൻ, ഇങ്ങനെയുള്ള കുറേ ഹെഡുകൾ കാണും. ഇതെല്ലാം 3 തുറന്ന ഹെഡായിരിക്കും. അപ്പോൾ ആ 3 തുറന്ന ഹെഡിനെ എന്ത് ചെയ്യണം? അതിനെ ഡെബിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ 4 തുറന്ന റിസീബിൾ ഹെഡ്, അതായത് പ്രോപ്പർട്ടി ടാക്സ്, റിസീബിൾസ്, കറണ്ട് എന്ന് പറയുന്ന ഹെഡ് ഇതിനെ ക്രെഡിറ്റ് ചെയ്തുകൊണ്ട്, അതായത് പ്രോപ്പർട്ടി ടാക്സിൻ്റെ അഡ്വാൻസ് ആണെങ്കിൽ പ്രോപ്പർട്ടി ടാക്സിൻ്റെ റിസീബിൾ ഹെഡിനെ കറണ്ടിനെ ക്രെഡിറ്റ് ചെയ്തുകൊണ്ട് ഒരു ജേണൽ ചെയ്യണം. അപ്പോൾ 3 തുറന്ന അഡ്വാൻസിനെ ഡെബിറ്റ് ചെയ്യുക. അതാത് ഹെഡിനെ വേണം കേട്ടോ ചെയ്യാനായിട്ട്. അതായത് 3 തുറന്ന പ്രോപ്പർട്ടി ടാക്സ് ആണെങ്കിൽ പ്രോപ്പർട്ടി ടാക്സ്, ഓപ്ഷൻ ആണെങ്കിൽ ഓപ്ഷൻ, പ്രൊഡക്ഷൻ ടാക്സ് ആണെങ്കിൽ പ്രൊഡക്ഷൻ ടാക്സ്. അപ്പോൾ അതിൽ 2 ഹെഡും പ്രൊഡക്ഷൻ ടാക്സിൻ്റെ ഹെഡ് തന്നെ എടുക്കണം. അപ്പോൾ അങ്ങനെ വേണം ജേണൽ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ജേണൽ ചെയ്തിട്ടുണ്ടോ എന്ന് ഈ അഡ്വാൻസ് ഹെഡിൻ്റെ ലെഡ്ജർ എടുത്ത് ലെഡ്ജറിനകത്ത് ഈ വർഷത്തെ ലെഡ്ജർ എടുക്കുമ്പോൾ അറിയാം, അതിനകത്ത് എമൗണ്ട് കൂടി നിൽക്കും ഒന്നെങ്കിൽ ലെഡ്ജർ എടുക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചെയ്തിട്ടില്ലെന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ എന്താ ഉണ്ടാവണം? ഒരു ജേണൽ JV എന്ന് പറഞ്ഞിട്ടൊരു എൻട്രി ഉണ്ടാവണം. ആ JVയുടെ എൻട്രി നമ്മൾ കഴിഞ്ഞ വർഷം ബാലൻസ് ഷീറ്റിനകത്ത് നിൽക്കുന്ന എമൗണ്ട് ആണോ എന്ന് നമ്മൾ പരിശോധിച്ച ശേഷം മാത്രം നമ്മൾ ചെയ്യാം. നമ്മൾ ചിലയിടത്തൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഒന്നും ചെയ്ത് കാണില്ല. അപ്പോൾ നല്ല അക്കൗണ്ടന്മാരോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞു പോകുന്നവർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ആദ്യം ഒന്ന് ഉറപ്പാക്കുക, ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ലെഡ്ജർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വിശദമായിട്ട് നമുക്ക് കിട്ടും. അതിന് രണ്ടാമത്തെ എൻട്രി എന്ന് പറയുന്നത് നമ്മൾ അഡ്വാൻസിൻ്റെ കാര്യം പറഞ്ഞു. അഡ്വാൻസിനെ ആദ്യം മാറ്റിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കഴിഞ്ഞ വർഷത്തെ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷത്തെ എന്താണ്? കഴിഞ്ഞ വർഷത്തെ കറണ്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ അരിയറാണ്. കഴിഞ്ഞ വർഷത്തെ കറണ്ട് എന്ന് പറഞ്ഞാൽ ഈ വർഷമായി കഴിയുമ്പോൾ എന്താവും? അരിയറായിട്ട് മാറും. അപ്പോൾ അതിനെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറുകയില്ല. അപ്പോൾ ആ കറണ്ടിനെ നമ്മൾ ഈ വർഷത്തെ അരിയറായിട്ട് മാറ്റണം. അപ്പോൾ ആ കറണ്ടിനെ അരിയറായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടൊരു ജേണൽ എൻട്രി ചെയ്യണം. അപ്പോൾ ഇതെല്ലാം റെക്ടിഫിക്കേഷൻ വഴി ചെയ്താൽ മതി. കറണ്ട് എന്ന് പറയുന്നതിനെ, അതായത് പ്രോപ്പർട്ടി ടാക്സ് കറണ്ട് ആണെങ്കിൽ പ്രോപ്പർട്ടി ടാക്സ് കറണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ പ്രോപ്പർട്ടി ടാക്സ് അരിയറിനെ ഡെബിറ്റ് ചെയ്യണം. ഇങ്ങനെ ഈ പ്രോപ്പർട്ടി ടാക്സ്, D&O, ഓപ്ഷൻ, റെന്റ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടോ എന്ന് ആദ്യം ഉറപ്പ് വരുത്തണം. അപ്പോൾ അതാത് ലെഡ്ജർ, കറണ്ടിൻ്റെ ലെഡ്ജറോ അരിയറിൻ്റെ ലെഡ്ജറോ എടുത്ത് നോക്കുക. ഏതാണോ കുറവുള്ള ആ ലെഡ്ജർ എടുത്ത് നോക്കുന്നതായിരിക്കും നമുക്ക് കുറച്ചും കൂടെ ഉചിതം. ലെഡ്ജർ എടുത്ത് നോക്കിയിട്ട് അതിനകത്ത് വന്നിട്ടില്ല എന്ന് ജേണൽ എൻട്രി വന്നിട്ടില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം നമ്മൾ ചെയ്യാൻ. ചിലതെല്ലാം ഇത് നേരത്തെ തന്നെ ഏപ്രിൽ മാസം തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പാക്കുകയും ചെയ്യണം. അത് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുകയും ചെയ്യണം. നിങ്ങൾക്ക് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. പ്രോപ്പർട്ടി ടാക്സ് അരിയർ എന്ന് പറയുന്നതിനകത്ത് ബാലൻസ് ഈ വർഷമില്ല. അപ്പോൾ നമുക്ക് കറണ്ടിനകത്ത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, ബാലൻസ് ഉണ്ടായിരുന്നു. ആ ബാലൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ കറണ്ടിനെ പിടിച്ച് അരിയറായിട്ട് മാറ്റാൻ വേണ്ടി ഇത് 4 തുറന്ന ഹെഡാണ്, ഇത് 4 തുറന്ന ഹെഡാണ്. അപ്പോൾ ഈ 4 തുറന്ന ഹെഡിനെ പ്രോപ്പർട്ടി ടാക്സ് അരിയർ എന്ന് പറയുന്ന ഹെഡിനെ ഡെബിറ്റ് ചെയ്യുക. അതിന് കറണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ 31/3/2021 ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ അറിയാം നമുക്ക് കറണ്ട് നിൽപ്പുണ്ടോയെന്ന്. അപ്പോൾ ചില പഞ്ചായത്തുകളിലൊന്നും ഈ 100% ആയ പഞ്ചായത്തുകളിലൊന്നും
ഇത് കാണില്ല. അതുപോലെ തന്നെ 100% വിറ്റിരിക്കുന്ന പഞ്ചായത്തുകളിലും കാണില്ല. റെഡോ ഏതെങ്കിലും 1-2 ആയിട്ടേ കാണുള്ളൂ. ബാക്കിയെല്ലാം എന്താ ബിരിയാണിയൊക്കെ ഫുള്ളായിട്ട് പിടിച്ചിരിക്കുന്ന പഞ്ചായത്തുകളിൽ. അപ്പോൾ ഇത് നമ്മൾ വിശദമായിട്ട് നോക്കിയതിന് ശേഷം വേണം നമ്മളിത് ഈ എൻട്രികൾ തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ 2 എൻട്രികളും നിങ്ങൾ മറക്കാത്ത ഇത് ചെയ്തിട്ടില്ലെങ്കിൽ അത് ലെഡ്ജർ എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഈ ലെഡ്ജർ എടുത്ത് നോക്കാൻ പാടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ജേണൽ ബുക്ക് ഉണ്ട്. ജേണൽ ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ ജേണൽ വന്നിട്ടുണ്ടാവും, ഓട്ടോമാറ്റിക് ജേണലൊക്കെ വന്നിട്ടുണ്ടാവും. എങ്കിലും നമ്മൾ 500 കണ്ട വെച്ച് കൺട്രോൾ എഫ് എടുത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ആദ്യത്തെ 2 എൻട്രികൾ. അടുത്ത ദിവസം ഇനി എങ്ങനെ അരിയർ നമുക്ക് എങ്ങനെ ഡിമാൻഡ് ഇടാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ നിങ്ങൾ ഒരു കമൻറ്റ് ഇടണം. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാനത് താഴെ കമൻറ്റിനകത്തൊന്ന് ചോദിക്കുകയും ചെയ്യണം, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കുകയും ചെയ്യണം. ഓക്കെ, താങ്ക് യു.